വേണ്ടി സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. നന്ദി ചൊല്ലുന്നിവർ താഴ്മയായി ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്ന സ്വർലോകരാജനെ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്ന ദൈവത്തിൻ കുഞ്ഞാടേ, സാധാരണ ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. പിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണി ഞങ്ങളിൽ. സത്യസ്വരൂപ
വലങ്കത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ സുവിശേഷ പ്രഘോഷണത്താൽ ഞങ്ങളുടെ രാജ്യത്ത് അനേകം ജനങ്ങളെ അങ്ങയ്ക്ക് വേണ്ടി അങ്ങ് നേടിയല്ലോ. അതേ വിശ്വാസ തീക്ഷ്ണതയാൽ വിശ്വാസികളുടെ മാനസങ്ങൾ ഉജ്ജ്വലിക്കാനും തിരുസഭ എല്ലായിടത്തും നിരവധി സന്തതികളാൽ ആനന്ദിക്കാനും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ. ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. ശ്രദ്ധിക്കുക, നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു, അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു. കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു. ജെറുസലേമിലെ വിജനതകളെ ആർത്തുപാടുവിൻ. കർത്താവ് തൻ്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു, ജെറുസലേമിനെ മോചിപ്പിച്ചിരിക്കുന്നു. തൻ്റെ പരിശുദ്ധ കരം എല്ലാ ജനതകളുടെയും മുമ്പിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. ഭൂമിയുടെ എല്ലാ അതിർത്തികളും നമ്മുടെ ദൈവത്തിൽ നിന്നുള്ള രക്ഷ കാണും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്. കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. രണ്ടാം വായന. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്ന് 9-ാം അധ്യായം 16, 19, 22, 23. സുവിശേഷം പ്രസംഗിക്കാത്ത പക്ഷം എനിക്ക് ദുരിതം. സഹോദരരെ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല. എൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാൻ സ്വമനസ ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. അങ്ങനെയെങ്കിൽ മറ്റാരുടെയോ നിയോഗമനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എൻ്റെ പ്രതിഫലം? സുവിശേഷം നൽകുന്ന അവകാശം പൂർണ്ണമായി ഉപയോഗിക്കാതെ പ്രതിഫലം എന്നേനം സുവിശേഷം പ്രസംഗിക്കുന്നതിനുള്ള സംതൃപ്തി മാത്രം. ഞാൻ എല്ലാവരിൽ നിന്ന് സ്വതന്ത്രനാണെങ്കിലും വളരെ പേരെ നേടേണ്ടതിന് ഞാൻ എല്ലാവരുടെയും ദാസനായി തീർന്നിരിക്കുന്നു. ബലഹീനരെ നേടേണ്ടതിന് ഞാൻ അവർക്ക് ബലഹീനനായി. എല്ലാ പ്രകാരത്തിലും കുറേ പേരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി. സുവിശേഷത്തിൽ ഭാഗഭാത്താകുന്നതിനായി സുവിശേഷത്തിന് വേണ്ടി ഞാൻ ഇവയെല്ലാം ചെയ്യുന്നു. കർത്താവിൻ്റെ വചനം. Hallelujah.
കർത്താവ് നിങ്ങളോട് കൂടെ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. ആ ദിവസങ്ങളിൽ 11 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട് ഈശോ അരുൾ ചെയ്തു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. കർത്താവായ യേശു അവരോട് സംസാരിച്ച ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് അവരുടെ വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയട്ടെ. നമുക്കൊരു 2 മിനിറ്റ് ഇരിക്കാം. ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാളിൽ ഒരു ചെറിയ പ്രസംഗം ചെയ്തില്ലെങ്കിൽ അപരാധമാണ്, അതുകൊണ്ട് മാത്രമാണ്. പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, പാരീസിൽ സ്പെയിനിൽ 1506 ജനിച്ച് 46 വയസ്സ് മാത്രം ആയപ്പോൾ 1552 മരണമടഞ്ഞ ഒരു പ്രൊഫസർ, പാരീസ് യൂണിവേഴ്സിറ്റിയിലെ പ്രസിദ്ധനായ ഫിലോസഫി പ്രൊഫസർ. അതിനിടയിൽ ഇഗ്നേഷ്യസ് ലയോള എന്ന മനുഷ്യൻ്റെ ഒരു വചനം, ലോകം മുഴുവൻ നേടിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ഈ ഒരു വചനം ആഴത്തിൽ സ്പർശിച്ച് അതനുസരിച്ച് ജീവിതത്തിൽ സാരമായ മാറ്റം വരുത്തിയ ഒരു അത്ഭുത സൃഷ്ടിയാണ് ഫ്രാൻസിസ് സേവ്യർ. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രൊഫസർ സ്ഥാനമൊക്കെ മാറ്റി ഒരു ഈശോസഭ, ഇഗ്നേഷ്യസ് ലയോളയും അദ്ദേഹവും ഒരു 7 പേര് ചേർന്ന് ഉണ്ടാക്കിയ ഒരു സന്യാസ സഭ, ലോകത്തിലെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഈശോസഭ എന്ന സന്യാസ സഭയുടെ തുടക്കം അവിടെയാണ്. അതിലെ അംഗമായി അതിനുശേഷം പോർച്ചുഗൽ രാജാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് കിഴക്കൻ രാജ്യങ്ങളിലേക്ക് സുവിശേഷം പ്രസംഗിക്കാൻ എത്തിയ ഫ്രാൻസിസ് സേവ്യർ ആദ്യം കാലുകുത്തുന്നത് ഗോവയിലാണ്. അങ്ങനെ അതിനുശേഷം നീണ്ട 50 നാടുകളിൽ 10 വർഷം കൊണ്ട് ഓടി നടന്ന് സുവിശേഷം പ്രസംഗിച്ച വ്യക്തി, ഓരോ നാട്ടിലെയും ഭാഷ പഠിക്കാൻ രാപകലിരുന്ന ഭാഷ പഠിച്ച് ആ ഭാഷയിൽ വേദപാഠം പഠിപ്പിക്കാൻ മണിയുമടിച്ച് കുഞ്ഞുങ്ങളെയും ഒക്കെ കൂട്ടി അവരെ വേദപാഠം പഠിപ്പിച്ച് അങ്ങനെ അവർക്ക് പിന്നീട് സ്നാനം കൊടുത്ത് 10 വർഷം കൊണ്ട് 10 ലക്ഷത്തിലേറെ പേർക്ക് മാമോദീസ നൽകിയ പ്രേക്ഷിതൻ. ജപ്പാനിൽ ആദ്യമായിട്ട് സുവിശേഷം പ്രസംഗിച്ച വ്യക്തി ഫ്രാൻസിസ് സേവ്യറാണ്. ബുദ്ധ മതത്തിൻ്റെ കേന്ദ്രത്തിൽ യേശുവിനെ പ്രഘോഷിക്കാനുള്ള ഭാഗ്യം ലഭിച്ച വ്യക്തി. അതിനുശേഷം ചൈനയിലും എത്തണമെന്ന് കരുതി അതിനുവേണ്ടി സാഞ്ചിയൻ ദ്വീപിൽ ഒരു വഞ്ചിയും കാത്ത് കിടന്ന് പനി പിടിവെച്ച് അവിടെ വെച്ച് മരിക്കുകയും ആ മൃതശരീരം ഇന്നും അഴിയാതെ ഇരിക്കുകയും ചെയ്യുന്ന വലിയ ധീരനായ ഒരു പ്രേക്ഷിതൻ്റെ അതിസുന്ദരമായ മാതൃകയും അതിന് ഉറവിടമാകാൻ ഭാരതത്തിന് സാധിച്ചു എന്നത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് നമുക്ക് കരുതാം. ഈ വലിയ പ്രേക്ഷിതൻ്റെ മാധ്യസ്ഥ്യവും ചൈതന്യവും ലോകം മുഴുവൻ പ്രസരിക്കുകയാണ്. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ എല്ലാവരെയും യേശുവിന് വേണ്ടി നേടാനായിട്ട് എല്ലാവർക്കും എല്ലാമായി തീരുന്നതിൻ്റെ ഏറ്റവും സുന്ദരമായ പ്രകാശനമാണ് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ജീവിതം.
അതാണ് അദ്ദേഹത്തിൻ്റെ ജ്വലിച്ചിരുന്ന സ്നേഹം. യേശുവിനെ എല്ലാവരും അറിയണം. ആത്മാവ് നഷ്ടപ്പെട്ടാൽ എല്ലാം പോയി. ഈ ഒരു ചിന്ത ഉള്ളിൽ വഹിച്ച വ്യക്തി പോർച്ചുഗീസ് രാജാവിൻ്റെ പ്രതിനിധിയായി വന്നിട്ടും യാതൊരു അവകാശങ്ങളും നേടാതെ നാട്ടിൻപുറങ്ങളിലെ വൃക്ഷത്തണലിലൊക്കെ കിടന്ന് ആ രീതിയിൽ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് പോലെ എന്താണ് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ സംതൃപ്തി എന്ന് ചോദിച്ചാൽ, സുവിശേഷ പ്രഘോഷണം തരുന്ന അവകാശങ്ങൾ പോലും വേണ്ടെന്ന് വെച്ച് സുവിശേഷം അറിയിക്കുന്നതിൻ്റെ സംതൃപ്തി, ആ ഒരു സംതൃപ്തി അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിച്ച ഈ മഹാവിശുദ്ധൻ്റെ പ്രേക്ഷിത ചൈതന്യം നമുക്കെപ്പോഴും ഒരു മാതൃകയാവുക. യേശുവിനോടുള്ള സ്നേഹത്താൽ ജ്വലിക്കുവാനും എല്ലാവരെയും യേശുവിലേക്ക് കൊണ്ടുവരണമെന്നുള്ള ബോധ്യം. നമ്മളെല്ലാവരും പരസ്പരം കാവൽക്കാരാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ആത്മരക്ഷ എൻ്റെ കടമയാണ് എന്ന ഒരു ബോധ്യം ഫ്രാൻസിസ് സേവ്യറിനെ പോലെ വളർത്തിയെടുക്കാൻ, അങ്ങനെ നമ്മുടെ ജീവിതം കൊണ്ട് യേശുവിൻ്റെ പ്രേക്ഷിതരായി തീരാനുള്ള വലിയ മാതൃകയും ചൈതന്യവും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് ലഭിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസ പ്രമാണം ഉറക്കെ പ്രഖ്യാപിക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സ്രഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകകർത്താവ് ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്യലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി തലകുമ്പിട്ട് പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയുമില്ല. കർത്താവൻ ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജാനസ്നാനം ഞാൻ ഏറ്റുപറയും. മരിച്ചൊടിയേർപ്പും പൗരാണിക ജീവിതത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഈ സ്നേഹബലി അർപ്പിക്കാൻ നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങേ സഭയുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ ചൈതന്യം കൊണ്ട് ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും മറ്റെല്ലാ സഭാ നേതാക്കന്മാരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ മറ്റുള്ളവരുടെ ആത്മരക്ഷയെക്കുറിച്ച് തീക്ഷ്ണമായി ദാഹിക്കാനുള്ള വിശ്വാസ തീക്ഷ്ണതയും സ്നേഹജ്വാലയും ഞങ്ങളിൽ വളർത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്ന തൊമ്മശ്ശേരി കുടുംബത്തിന് ഈ മഹാവിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വ്രതവാഗ്ദാനം നടത്തുന്ന ബ്രദർ അഖിൽ ജോസഫിനെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ബ്രദറിനും വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പ്രേക്ഷിത ചൈതന്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന റോസി മൈക്കൽ പാണ്ഡ്യാലയ്ക്കലിനെ സമർപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ അങ്ങയുടെ പ്രിയദാസിയെ നിരന്തരം കാത്ത് സംരക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളിൽ നിന്നും വേറെ പിരിഞ്ഞു പോയ പ്രിയ സഹോദരർ ആൻ്റണി, ജെയിംസ് ആൻ്റണി, ജോസഫ്, ട്രീസ ജോസഫ്, ബെന്നി ബ്രിട്ടോ, ഗെറ്റി ബ്രിട്ടോ, പി ജെ ജോസഫ്, സേവ്യർ എന്നിവർക്ക് നിത്യസൗഭാഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മാധ്യസ്ഥ്യം വഴി
ഞങ്ങളുടെ രാജ്യത്ത് കൂടുതലായി എല്ലാവരും ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വരാനും എല്ലാവിധ മതപീഡനങ്ങളും പര്യവസാനിക്കുവാനും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, അങ്ങയുടെ പ്രിയ മക്കളെ കൊറോണ രോഗബാധയിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കാത്തു പാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ദൈവമേ, ഞങ്ങളെ എല്ലാ അധ്വാനങ്ങളും ഫലമണിയാൻ, പണിയില്ലാതെ വിഷമിക്കുന്ന സഹോദരങ്ങൾക്ക് സമൃദ്ധമായ പണി ലഭിക്കാൻ, മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമൃദ്ധമായ മത്സ്യസമ്പത്ത് ലഭിക്കാൻ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമ്മുടെ പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, ഞങ്ങൾ അർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ അതിശക്തമായ മാധ്യസ്ഥ്യം വഴി അങ്ങ് സ്വീകരിച്ച് അങ്ങയുടെ അനുഗ്രഹ സമൃദ്ധിയിൽ ഞങ്ങൾ നയിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ കേട്ടൊള്ളണമേ. ആമേൻ. സഹോദരരെ, നമ്മൾ അർപ്പിക്കുന്ന ഈ ബലി കാരുണ്യവാനായ ദൈവത്തിന് സ്വീകാര്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. കർത്താവിന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെ ഇവിടുത്തെ തിരുസഭ മുഴുവനെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ തിരുനാളാഘോഷത്തിൽ അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അദ്ദേഹം മനുഷ്യരക്ഷയ്ക്കുള്ള ആഗ്രഹത്താൽ വിദൂരദേശങ്ങളിലേക്ക് യാത്ര ചെയ്തതുപോലെ ഞങ്ങളും സുവിശേഷത്തിന് ഫലപ്രദമായ സാക്ഷ്യം നൽകിക്കൊണ്ട് സഹോദരരോടൊത്ത് അങ്ങിലേക്ക് തിടുക്കത്തിൽ വന്നണഞ്ഞ് അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി
ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവൻ. കർത്താവിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. സർവേശ പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഞങ്ങളുടെ രാജ്യത്തെ സഭയ്ക്ക് വേണ്ടി നവയുഗത്തിന് തുടക്കം കുറിക്കാനും ദൈവിക ജീവൻ്റെ പുതുവസന്തം നൽകാനുമായി വിശുദ്ധ ഫ്രാൻസിസ് സേവറിൻ്റെ ഹൃദയത്തിൽ അങ്ങേ ആത്മാവിൻ്റെ അഗ്നി അങ്ങ് ജ്വലിപ്പിക്കുകയും ആദ്യ അപ്പോസ്തലന്മാരുടെ ധൈര്യത്തോടെ പൗരസ്ത്യ ദേശത്ത് സുവിശേഷം പ്രസംഗിക്കാൻ അദ്ദേഹത്തെ അയക്കുകയും ചെയ്തുവല്ലോ. കൂടാതെ ഈ വിശുദ്ധൻ്റെ സമർപ്പിത ജീവിതത്തിൻ്റെ മാതൃകയാൽ ഇന്നും ഞങ്ങളെ അങ്ങ് നിരന്തരം പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ആകയാൽ കർത്താവെ, എല്ലാ മലാഖമാരോടും വിശുദ്ധരോടുമൊപ്പം ഞങ്ങളും അങ്ങേക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് ആഹ്ലാദപൂർവം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാം ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞ മഹിയും വിൺബലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യരുമാ. ഹോസാന ഹോസാന. അത്യുന്നതങ്ങളിൽ ഹോസാന ഹോസാന ഹോസാന. കർത്താവെ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഇവ ഞങ്ങൾക്കായി ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പനയനുസരിച്ചാണല്ലോ ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ കൊണ്ടാടുന്നത്. ക്രിസ്തുനാഥൻ ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് പിതാവായ അങ്ങയ്ക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന
എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയുടെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുനാഥൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയുടെ സഭയെ ഓർക്കണമേ. അങ്ങയുടെ ദാസനായ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും വൈദിക ഗണത്തോടും സന്യാസികളോടും വിശ്വാസികളോടുമൊത്ത് അങ്ങയുടെ സഭയെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാരെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും മരിച്ചുപോയി നമ്മുടെ എല്ലാ ബന്ധുമിത്രാദികളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങയുടെ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഇന്നത്തെ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ ഫ്രാൻസിസ് സേവറിനോടുമൊത്ത് നിത്യായുസ്സിൽ പങ്കുചേരുവാനും അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. യേശുനാഥനെ സമർപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിന് പരമമായ ആരാധന നമുക്ക് സമർപ്പിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന ഭക്തിയോടെ നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയെന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു വരണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ഈ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങയുടെ തിരുവുള്ളമനുസരിച്ച് അങ്ങയുടെ സഭയ്ക്ക് സമാധാനവും
ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സമാധാനം നമുക്ക് പരസ്പരം ആശംസിക്കാം. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നന ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. ക്രിസ്തുനാഥൻ്റെ ശരീരരക്തങ്ങളുടെ സ്വീകരണം നമ്മെ നിത്യജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. ദിവ്യകാരുണ്യമായുള്ളിൽ വായനീശോയേ, നവ്യഭോജ്യമായ നാവിൽ വാപ്പൊന്നീശോയേ, കുളിരേകും മഴനീ തുള്ളി മണ്ണിൽ ചേരുമ്പോൾ ചിറവേകും മഴവിൽ കൂടി വാനിൽ ചേരുമ്പോൾ സ്വയമേ മറന്നു നിന്നിൽ ചേരും ഈശോയേ. ഇനിമേൽ പിരിയുകില്ല തമ്മിൽ ഈശോയേ.
ഇനിമേൽ പിരിയുകില്ല തമ്മിൽ ഈശോയെ ദിവ്യകാരുണ്യമായുള്ളിൽ വായും ഈശോയെ നവ്യബോധ്യമായ നാവിൽ വാക്കും ഈശോയെ. നമുക്കൊരു സ്തോത്രഗീതം ആലപിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി സ്നേഹ തീക്ഷ്ണതയാൽ ജ്വലിച്ചുവല്ലോ. അങ്ങേ രഹസ്യങ്ങൾ ഞങ്ങളിലും അതേ തീക്ഷ്ണത ഉജ്ജ്വലിപ്പിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ വിളിയിൽ കൂടുതൽ യോഗ്യതയോടെ ചരിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യസമ്മാനം സൽപ്രവൃത്തികളാൽ ഞങ്ങൾ പ്രാപിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ സുവിശേഷ പ്രഘോഷണത്താൽ സുവിശേഷ വെളിച്ചം നിങ്ങൾക്ക് നൽകിയ ദൈവം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും ദാനങ്ങൾ കൊണ്ട് നിങ്ങളെ കനിവാർന്ന് സമ്പന്നരാക്കുമാറാകട്ടെ. പിതാവിൻ്റെ ഏകജാതനായ യേശുക്രിസ്തു വിശ്വാസത്തിൻ്റെ ഉദ്ബോധനങ്ങളാൽ നിങ്ങളെ സദാ പരിപോഷിപ്പിക്കുകയും ദിവ്യകർമ്മങ്ങളിൽ നിലനിൽക്കാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സത്യവിശ്വാസത്താൽ നിങ്ങളെ പ്രകാശിപ്പിച്ച പരിശുദ്ധാത്മാവ് ക്രിസ്തീയ ജീവിതവും സ്വർഗീയ ദാനങ്ങളും വഴി നിങ്ങൾക്ക് അഭിവൃദ്ധി പ്രദാനം ചെയ്യുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പുകവൻ ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.